ഗുഡ് മോർണിംഗ്. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ന് തൊട്ട് നമ്മൾ പുതിയൊരു ചാപ്റ്റർ തുടങ്ങാണ്. മൊഡ്യൂൾ 2 എന്ന് വരുന്ന മൂന്നാമത്തെ ചാപ്റ്റർ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു മൊഡ്യൂൾ 2 മെയിനായിട്ട് 3 ചാപ്റ്റേഴ്സ് ആയിട്ടാണ് കിടക്കുന്നത്. അതിൽ ഓൾറെഡി 2 ചാപ്റ്റേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ലിവറേജ് അനാലിസിസ് കഴിഞ്ഞു. ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്ത് നിർത്തിയ ക്യാപിറ്റൽ സ്ട്രക്ചർ കഴിഞ്ഞു. ഇനി അതിൽ ഒരു ചാപ്റ്ററും കൂടി ഉണ്ട്, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോണത്. അപ്പോൾ നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരെന്താണ്? കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അതിന് ഇൻട്രൊഡക്ഷൻ നമുക്ക് നോക്കാം. ഇൻ ഓർഡർ ടു അണ്ടർടേക്ക് എനി ബിസിനസ് ആക്ടിവിറ്റി ക്യാപിറ്റൽ ഈസ് റിക്വയർഡ്. നമുക്കറിയാം, ഒരു ബിസിനസ് അണ്ടർടേക്ക് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ബിസിനസ് ഇപ്പോൾ നമുക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് മസ്റ്റായിട്ടും എന്താ വേണ്ടത്? ക്യാപിറ്റലാണ് വേണ്ടത്, മൂലധനം വേണം. അതുണ്ടായാലേ നമുക്ക് ഏതൊരു ബിസിനസ്സും അറ്റ്ലീസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാനെങ്കിലും പറ്റുള്ളൂ. ക്യാപിറ്റൽ ഈസ് ഓൾവേസ് അവൈലബിൾ അറ്റ് എ കോസ്റ്റ്. അപ്പോൾ നമുക്ക് ഈ ക്യാപിറ്റൽ അവൈലബിൾ ആണ്. നമുക്ക് പല സോഴ്സിൽ നിന്ന് നമുക്ക് ക്യാപിറ്റൽ കണ്ടെത്താം. മേ ബി ഇൻ ദ ഫോം ഓഫ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഓർ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, ഡിബഞ്ചേഴ്സ്, ബോൺസ്, ലോൺസ്, ഏത് രൂപത്തിൽ വേണമെങ്കിലും നമുക്ക് ആവശ്യമായിട്ടുള്ള ക്യാപിറ്റൽ കണ്ടെത്താനായിട്ട് പറ്റും. പക്ഷെ അതിനെന്ത് നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും? കോസ്റ്റ് കൊടുക്കേണ്ടതായിട്ട് വരും. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഇക്വിറ്റി ഷെയർ ആണ് ഇക്വിറ്റി ഷെയറിൽ കൂടിയാണ് നമ്മൾ ക്യാപിറ്റൽ മൊബിലൈസ് ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ എന്ത് കൊടുക്കണം? ആ ഇക്വിറ്റി ഷെയറിന് ഡിവിഡൻഡ് കൊടുക്കണം. പ്രിഫറൻസ് ഷെയർ ആണെങ്കിലും അതിന് ഡിവിഡൻഡ് കൊടുക്കണം. ഡിബഞ്ചർ ആണെങ്കിൽ ഇൻട്രസ്റ്റ് കൊടുക്കണം. ബോണ്ട് ആണെങ്കിൽ ഇൻട്രസ്റ്റ് കൊടുക്കണം. ലോൺ ആണെങ്കിലും ഇൻട്രസ്റ്റ് കൊടുക്കണം. അപ്പോൾ നമ്മൾ എവിടെ നിന്നായാലും ക്യാഷ് മൊബിലൈസ് ചെയ്താലും അതിന് എന്ത് നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും? ഈ കോസ്റ്റ് കൊടുക്കേണ്ടതായിട്ട് വരും. ഇൻട്രസ്റ്റ് ആയിട്ടാണ് അല്ലെങ്കിൽ ഡിവിഡൻഡ് ആയിട്ട് നമ്മൾ കോസ്റ്റ് കൊടുക്കേണ്ടതായിട്ട് വരും. ദിസ് കോസ്റ്റ് ഈസ് കോൾഡ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അതിനെ വിളിക്കുന്ന പേരാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നത്. അതായത് ഇപ്പോൾ ഡിബഞ്ചർ ആണെങ്കിൽ അതിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ്, ഇക്വിറ്റി ഷെയർ ആണെങ്കിൽ അതിന് കൊടുക്കുന്ന ഡിവിഡൻഡ്, പ്രിഫറൻസ് ഷെയർ ആണെങ്കിൽ അതിന് കൊടുക്കുന്ന ഡിവിഡൻഡ്, ബോണ്ട് ആണെങ്കിൽ അതിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ്, അതിനൊക്കെ വിളിക്കുന്ന പേരാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഇറ്റ് റെഫേഴ്സ് ടു കോസ്റ്റ് ഓഫ് ഒബ്റ്റെയിനിങ് ഫണ്ട്സ്. അതായത് നമ്മൾക്കിപ്പോൾ ഒരാൾ ഇപ്പോൾ ഞാനൊരു ഡിബഞ്ചർ, ഞാനൊരു കമ്പനി ആ കമ്പനിയിൽ ഒരു ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തു. എൻ്റെ ഡിബഞ്ചേഴ്സ് മറ്റുള്ളവർ വാങ്ങുന്നത് എന്തിനാണ്? എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ടല്ല. അവരുടെ കയ്യിൽ കുറച്ച് കാശ് ഇരിക്കുന്നുണ്ട്, അത് എനിക്ക് തന്ന് അതിന് പകരം അവർക്ക് ഇൻട്രസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് ക്യാഷ് നമുക്ക് കിട്ടാനായിട്ട് അവർക്ക് തിരിച്ച് നമ്മൾ കൊടുക്കണമെന്ന് വിളിക്കുന്ന പേരാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഇപ്പോൾ സപ്പോസ് ഒരാളുടെ കയ്യിൽ നിങ്ങളുടെ കയ്യിൽ ഒരു 10 ലക്ഷം രൂപയുണ്ട്. എൻ്റെ കമ്പനി ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് ആ 10 ലക്ഷം രൂപ മേടിക്കും. അതിന് പകരം ഞാൻ എന്ത് ചെയ്യും? നിങ്ങൾക്ക് ഒരു ഫിക്സഡ് പെർസെൻറ്റേജ് ഓഫ് ഇൻട്രസ്റ്റ് തരും. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള കാശ് എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ തരുന്നതിന് വിളിക്കുന്ന പേരാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഇറ്റ് റെഫേഴ്സ് ടു കോസ്റ്റ് ഓഫ് ഒബ്റ്റെയിനിങ് ഫണ്ട്സ്. It is the rate a firm pays to its investors for the use of money. It is important. അതാണ് അതിൻ്റെ കറക്റ്റ് മീനിങ് ആയിട്ട് വരുന്നത്. It is the rate a firm pays to its investors. ഇതാണ് ഒരു ഫേം അവരുടെ ഇൻവെസ്റ്റേഴ്സിന് എന്ന് പറഞ്ഞാൽ ആരാണ് എനിക്ക് ക്യാഷ് തന്നത്, ആരുടെ ക്യാഷാണ് ഞാൻ എൻ്റെ കമ്പനിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുള്ളത്, അവരെ വിളിക്കുന്ന പേരാണ് ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അത് അവർക്ക് കൊടുക്കുന്ന ക്യാഷാണ് ഫോർ ദ യൂസ് ഓഫ് ദെയർ മണി. ഞാൻ നേരത്തെ പറഞ്ഞാലും തന്നെ നിങ്ങളുടെ കയ്യിൽ 10 ലക്ഷം രൂപയുണ്ട്. ആ 10 ലക്ഷം രൂപ നിങ്ങൾ എനിക്ക് തരണേനെ ഞാൻ നിങ്ങൾക്ക് തരുന്ന ആ ഇതിനെ വിളിക്കുന്ന പേരാണ്, റേറ്റിനെ വിളിക്കുന്ന പേരാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഈസ് ദ റേറ്റ് എ ഫേം പേസ് ടു ഇറ്റ്സ് ഇൻവെസ്റ്റേഴ്സ് ഫോർ ദ യൂസ് ഓഫ് ദെയർ മണി. അപ്പോൾ നിങ്ങളുടെ കാശ് 10 lakhs rupees ഞാൻ യൂസ് ചെയ്യുന്നതിന് ഞാൻ നിങ്ങൾക്ക് തരുന്നതിനെ വിളിക്കുന്ന പേരാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നത്. From firm's point of view, it is the rate at which the firm raises capital to investors in your various projects. From the firmന്റെ point of view എന്താണ്? It is the rate at which a firm raises capital to invest in various projects. കമ്പനിയെ നമ്മൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഉദ്ദേശിക്കുന്നത് കമ്പനിക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ട് റേസ് ചെയ്യാനായിട്ട് വരുന്ന ആ റേറ്റിനെ വിളിക്കുന്ന പേരാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഇറ്റ് ഈസ് എ കോസ്റ്റ് ഇൻകർ. കമ്പനിയുടെ ഭാഗത്ത് നിന്ന് ഇതൊരു കോസ്റ്റ് ആണ്. അതേസമയം ഒരു ഇൻവെസ്റ്ററുടെ ഭാഗത്ത് നിന്ന് ഇറ്റ് ഈസ് എ റിട്ടേൺ ആണ്. അവർക്കൊരു വരുമാനമാണ് എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ ഞാനാണ് കമ്പനി, നിങ്ങളാണ് ഇൻവെസ്റ്റേഴ്സ്. എനിക്ക് ഫണ്ടിൻ്റെ ആവശ്യമുണ്ട്. ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് 10 ലക്ഷം രൂപ മേടിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് എന്ത് തരുന്നു? ഇൻട്രസ്റ്റ് തരുന്നു. അപ്പോൾ അതെനിക്കൊരു കോസ്റ്റാണ്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് തരുന്നത് എനിക്കൊരു എക്സ്പെൻസ് ആണ്.
അപ്പോൾ ഫ്രം ദി കമ്പനി പോയിന്റ് ഓഫ് വ്യൂ ഇറ്റ് ഈസ് എ കോസ്റ്റ് ഓഫ് എക്സ്പെൻസ്. ബട്ട് ഫ്രം യുവർ പോയിന്റ് ഓഫ് വ്യൂ എന്തായിരിക്കും? നിങ്ങളുടെ ഭാഗം ചിന്തിക്കുമ്പോൾ നിങ്ങൾക്കൊരു റിട്ടേൺ ആണ്. നിങ്ങൾ എനിക്ക് 10 ലക്ഷം തരുന്നു, അതിന് റിവാർഡായിട്ട് ഞാൻ മാസം അല്ലെങ്കിൽ കൊല്ലം എന്ത് തരും? ഇൻട്രസ്റ്റ് തരും. അപ്പം നിങ്ങൾക്കത് എന്താണ്? ഒരു റിട്ടേൺ ആണ്. അതാണ് അടുത്തതായിട്ട് എഴുതിയിട്ടുണ്ട്. ഫ്രം ഇൻവെസ്റ്റേഴ്സ് പോയിന്റ് ഓഫ് വ്യൂ ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് റിട്ടേൺ വിച്ച് ഇൻവെസ്റ്റേഴ്സ് എക്സ്പെക്ട്സ് ഫ്രം ദി ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ് ബൈ ദം ഇൻ ദ ഫേം. നിങ്ങൾ എനിക്ക് 10 ലക്ഷം രൂപ തന്നപ്പോൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന റിട്ടേൺ ആണ് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നത്. അപ്പോൾ കമ്പനിയുടെ ഭാഗത്തു നിന്നും ഇൻവെസ്റ്ററിന്റെ ഭാഗത്തു നിന്നും കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിന് രണ്ട് മീനിങ് ആണ്. കമ്പനിയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് വരുന്ന എക്സ്പെൻസ് അല്ലെങ്കിൽ കോസ്റ്റ് ആണ് എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതേസമയം ഇൻവെസ്റ്ററുടെ ഭാഗത്ത് നമ്മൾ നോക്കുമ്പോൾ അത് അയാൾക്ക് കിട്ടുന്ന ഒരു റിട്ടേൺ ആണ് അല്ലെങ്കിൽ ഒരു ഇൻകം ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ കുറിച്ച് പറയാനുള്ള ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഏത് ബിസിനസ് വർക്ക് ചെയ്യാനായാലും എന്തിൻ്റെ ആവശ്യമുണ്ട്? ക്യാപിറ്റലിൻ്റെ ആവശ്യമുണ്ട്. ആ ക്യാപിറ്റൽ മൊബിലൈസ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചിലവാക്കേണ്ടതായിട്ട് വരും? നമുക്കൊരു റേറ്റ് ഓഫ് റിട്ടേൺ അവർക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. ആ റേറ്റ് ഓഫ് റിട്ടേൺ വിളിക്കുന്ന പേരാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഡെഫിനിഷൻ ഓഫ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഇനി നമുക്ക് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൻ്റെ ഡെഫിനിഷൻ നോക്കാം. അക്കോർഡിംഗ് ടു സോളമൻ ഇസ്ര ആളുടെ ഡെഫിനിഷനാണ് പഠിച്ചിരിക്കേണ്ടത്. ദി മിനിമം റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ ഓർ ദി കട്ട് ഓഫ് റേറ്റ് ഫോർ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. അതായത് നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാപിറ്റൽ മൊബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വന്ന എക്സ്പെൻസ് ആണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അതിനുള്ള കട്ട് ഓഫ് റേറ്റ് അല്ലെങ്കിൽ മിനിമം റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ അതിനെ വിളിക്കുന്ന പേരാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അതായത് നമുക്കറിയാം നമ്മൾ ഉണ്ടാക്കുന്ന റിട്ടേൺ, അതായത് ബിസിനസ് നടത്തിയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന പ്രോഫിറ്റ് അറ്റ്ലീസ്റ്റ് എന്തിനെങ്കിലും തികയണം നമുക്ക് കൊടുക്കാനുള്ള ഇൻട്രസ്റ്റ് റേറ്റുകളും അതുപോലെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനും പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനും കൊടുക്കാനുള്ള ഡിവിഡൻഡ്, റീസണബിൾ എമൗണ്ട് ഓഫ് ഡിവിഡൻഡ് കൊടുക്കാനുള്ള പ്രോഫിറ്റ് ഉണ്ടാക്കിയാൽ മാത്രമേ ആ കമ്പനിക്ക് സക്സസ് ഉണ്ടാവുള്ളൂ. സപ്പോസ് ഇപ്പോൾ ഒരു കമ്പനിക്ക് ഡിബഞ്ചർ ഇൻട്രസ്റ്റ് ആയിട്ട് 1 lakh rupees ആവശ്യമുണ്ട്. ദെൻ പ്രിഫറൻസ് ഷെയർ ഡിവിഡൻഡ് ആയിട്ടൊരു അഗെയിൻ ഒരു 1 lakh rupees ആവശ്യമുണ്ട്. ദെൻ ഒരു റീസണബിൾ എമൗണ്ട് ഓഫ് ഡിവിഡൻഡ് കൊടുക്കാനായിട്ട് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് അവർക്ക് ഫിക്സഡ് റേറ്റ് അല്ലല്ലോ കൊടുക്കേണ്ടത്, ഒരു റീസണബിൾ എമൗണ്ട് ഓഫ് ഡിവിഡൻഡ് കൊടുക്കാനായിട്ട് ഒരു 2 lakhs ആവശ്യമെന്ന് വിചാരിക്കുക. അപ്പോൾ ആ കമ്പനി മിനിമം എത്ര രൂപയെങ്കിലും ഉണ്ടാക്കണം? 4 lakhs rupees എങ്കിലും റിട്ടേൺ ഉണ്ടാക്കിയാലാണ് അവർക്ക് ആ കമ്പനിക്ക് ഇതൊക്കെ കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത് മിനിമം റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ. നമുക്ക് കൊടുക്കാനുള്ള എല്ലാ സോഴ്സസ് ഓഫ് ക്യാപിറ്റലിൻ്റെയും കോസ്റ്റ് കൂട്ടിയ അത്രയ്ക്ക് റിട്ടേണെങ്കിലും ഉണ്ടാക്കിയാലാണ്, ഞാൻ നേരത്തെ പറഞ്ഞോണം, നമ്മളിപ്പോൾ 4 ലക്ഷം രൂപ ഉണ്ടാക്കിയാൽ അതിൽ 1 ലക്ഷം രൂപ എടുത്തിട്ട് ആർക്ക് കൊടുക്കാം? ഡിബഞ്ചർ ഹോൾഡർക്ക് കൊടുക്കാം. ദെൻ അഗെയിൻ ഒരു 1 lakh rupees എടുത്തിട്ട് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാം. ദെൻ 2 lakhs ബാക്കിയുള്ള 2 lakhs rupees എടുത്തിട്ട് നമുക്ക് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനെ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. 4 lakhsനേക്കാൾ കൂടിയാൽ കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഡിബഞ്ചർ ഹോൾഡേഴ്സിന് എക്സ്ട്രാ കൊടുക്കേണ്ട 1 lakh തന്നെ കൊടുത്താൽ മതി. ദെൻ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനും എക്സ്ട്രാ കൊടുക്കേണ്ട 1 lakh തന്നെ കൊടുത്താൽ മതി. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് നമ്മൾ നോർമൽ സിറ്റുവേഷനിൽ 2 lakhs കൊടുക്കാമെന്ന് വിചാരിച്ചത് നമുക്ക് വേണമെങ്കിൽ കുറച്ച് കൂട്ടിക്കൊടുക്കാം. അങ്ങനെ കൂട്ടിക്കൊടുക്കുകയാണെങ്കിൽ കമ്പനിയുടെ ഷെയർ വാല്യൂ കൂടിക്കൊള്ളും. നന്നായിട്ട് ഡിവിഡൻഡ് കൊടുക്കുന്ന കമ്പനിയാണെന്ന് അറിഞ്ഞിട്ട് നമ്മുടെ കമ്പനിയുടെ ഷെയറിന് ഡിമാൻഡ് കൂടും. അപ്പോൾ അത്രയ്ക്ക് മിനിമം എത്ര എമൗണ്ടെങ്കിലും നമ്മൾ റിട്ടേൺ ഉണ്ടാക്കണം. അതിന് വിളിക്കുന്ന പേരാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അതാണ് അതിൻ്റെ ഡെഫിനേഷനായിട്ട് വരുന്നത്. In short, it is that rate of return that a company must pay to the suppliers of capital for using their fund. അതാണ് പറയുന്നത്. It is the rate of return that the company must pay. ഒരു കമ്പനി കൊടുക്കുന്ന റിട്ടേൺ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇൻവെസ്റ്ററിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇറ്റ് ഈസ് ദ റിട്ടേൺ. അപ്പോൾ നമ്മുടെ കമ്പനി കൊടുക്കുന്ന ഒരു റിട്ടേൺ ആണ്. ആർക്ക്? ടു ദ സപ്ലയേഴ്സ് ഓഫ് ക്യാപിറ്റൽ. ആരാണോ കമ്പനിക്ക് ക്യാപിറ്റൽ സപ്ലൈ ചെയ്ത് ഹെൽപ്പ് ചെയ്തേക്കുന്നത് അവർക്ക് ഫേം കൊടുക്കുന്ന റിട്ടേൺ ആണ് ഫോർ യൂസിങ് ദെയർ ഫണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞോണം തന്നെ, ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് 10 lakhs rupees വാങ്ങുകയാണ്. നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിയ ആ 10 lakhs rupeesന് ഞാൻ നിങ്ങൾക്ക് തരുന്ന റിട്ടേൺ അല്ലെങ്കിൽ റിവാർഡിനെ വിളിക്കുന്ന പേരാണ് cost of capital. The amount paid as interest and dividend is considered as cost of capital. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ഡിബഞ്ചറിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ്, അതുപോലെ ലോണിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ്, അതുപോലെ പ്രിഫറൻസ് ഷെയർസിനും ഇക്വിറ്റി ഷെയർസിനും കൊടുക്കുന്ന ഡിവിഡൻഡ്, അതിനൊക്കെ മൊത്തത്തിൽ വിളിക്കുന്ന പേരാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അപ്പോൾ ഇതാണ് ഡെഫിനിഷൻ ഓഫ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലായിട്ട് പറയേണ്ടത്. സോളമൻ ഇസ്രയുടെ ഡെഫിനിഷൻ കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. ദെൻ അതിന് സപ്പോർട്ട് ചെയ്യുന്ന മീനിങ് കൂടി ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ,
നെക്സ്റ്റ് ഈസ് ഫീച്ചേഴ്സ് ഓഫ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. നമ്മൾ നേരത്തെ പഠിച്ച കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. ഇറ്റ് ഈസ് നോട്ട് എ കോസ്റ്റ്, ഇറ്റ് ഈസ് എ റേറ്റ് ഓഫ് റിട്ടേൺ റിക്വയർഡ് ഓൺ ദി പ്രോജക്റ്റ്. നമ്മൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാലും അത് നമുക്കൊരു കോസ്റ്റ് ആയിട്ട് അല്ല കൺസിഡർ ചെയ്യുക. എന്താണ്? റേറ്റ് ഓഫ് റിട്ടേൺ ആണ്. നമ്മൾ ഉണ്ടാക്കേണ്ട റിട്ടേണിനെ വിളിക്കുന്ന വേറൊരു പേരാണ് എന്ത് പറയുന്നത്? കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ആക്ച്വലി ഒരു കോസ്റ്റ് ആയിട്ട് അതിനെ കൺസിഡർ ചെയ്യാനായിട്ട് പാടില്ല. കാരണം നമുക്കൊരു എക്സ്പെൻസ് വരുന്നത് നമ്മൾ അവരുടെ നിന്ന് ഫണ്ട് മേടിച്ചിട്ടുണ്ട്, അതിന് അവർക്ക് കൊടുക്കുന്ന റിവാർഡാണ്, റിട്ടേൺ ആയിട്ടാണ് ഇതിനെ മെയിനായിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. ഇറ്റ് ഈസ് ദ മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ എ ഫേം റിക്വയേഴ്സ് ടു ഏൺ ഇൻ ഓർഡർ ടു മെയിൻറ്റെയിൻ ദ മാർക്കറ്റ് വാല്യൂ ഓഫ് ഇറ്റ്സ് ഇക്വിറ്റി ഷെയർ. ഇറ്റ് ഈസ് ദ മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ എ ഫേം റിക്വയേഴ്സ് ടു ഏൺ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു കമ്പനി അവരുടെ ബിസിനസ് നടത്തിയിട്ട് ഉണ്ടാക്കേണ്ട മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ. ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ എത്രയാണ് പറഞ്ഞത്? അറ്റ്ലീസ്റ്റ് 4 lakhs എങ്കിലും റിട്ടേൺ ഉണ്ടാക്കിയാലാണ് നമുക്ക് എന്തുണ്ടാക്കാനായിട്ട് പറ്റുക? ഇതൊക്കെ കൊടുക്കേണ്ടവർക്ക് ഇൻട്രസ്റ്റും ഡിവിഡൻറ്റും ഒക്കെ കൊടുക്കാനായിട്ട് പറ്റുക. അപ്പോൾ നമ്മുടെ കമ്പനി ഉണ്ടാക്കേണ്ട മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ ആണ്. അത് ഉണ്ടാക്കിയാലാണ് കമ്പനിയുടെ മാർക്കറ്റ് ഷെയർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 4 lakhs ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. ഒരു കമ്പനി 3 lakhs ഉണ്ടാക്കുള്ളൂ എന്ന് വിചാരിക്കുക. അപ്പോൾ അത് എങ്ങനെ ഡിസ്ട്രിബ്യൂഷൻ നടത്താം? കമ്പനി ആദ്യം ആർക്ക് കൊടുക്കണം? ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കൊടുക്കണം. അവർക്ക് 1 lakh കൊടുത്തു. പിന്നെ ഒക്കെ കൊടുക്കേണ്ടത് പിന്നെ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കണം. അവർക്കും കൊടുക്കാനുള്ള 1 lakh നമ്മുടെ കയ്യിലുണ്ട്. ബാക്കി എത്രയുണ്ട്? 1 lakh ഉണ്ട്. ആ ബാക്കി വരുന്നത് മാത്രമേ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് എലിജിബിലിറ്റി ഉള്ളൂ. നമ്മൾ മിനിമം എത്ര കൊടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്ന 2 lakhs കൊടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ കമ്പനിക്ക് ലാഭമില്ലാത്തതുകൊണ്ട് എത്ര കൊടുക്കാൻ പറ്റുള്ളൂ? 1 lakhs കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ എന്തുണ്ടായി? നമ്മുടെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഡിസാറ്റിസ്ഫൈഡ് ആയി, കമ്പനിയുടെ ഷെയർ വാല്യൂ കുറയാനുള്ള സാധ്യതയുണ്ട്. അതേസമയം നമ്മൾ 4 lakhs ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച ഡിവിഡൻഡ് കൊടുക്കാനായിട്ട് പറ്റി. അല്ലെങ്കിൽ 4 lakhs-നേക്കാൾ എബവ് ഏൺ ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും കുറച്ചും കൂടി കൂടുതൽ കൊടുക്കാൻ പറ്റി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞോണം തന്നെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് സാറ്റിസ്ഫൈഡ് ആവും, നമ്മുടെ ഷെയർ വാല്യൂ കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ ഈ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നമ്മൾ മിനിമം അത്രയെങ്കിലും ഏൺ ചെയ്താലാണ് എന്ന് നമുക്ക് പറ്റാനുള്ള നമ്മുടെ മാർക്കറ്റ് ഷെയർ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് പറ്റുള്ളൂ. അതാണ് പറയുന്നത്, ഇറ്റ് ഈസ് ദ മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ എ ഫേം റിക്വയേഴ്സ് ടു ഏൺ ഇൻ ഓർഡർ ടു മെയിൻറ്റെയിൻ ദ മാർക്കറ്റ് വാല്യൂ ഓഫ് ഇറ്റ്സ് ഇക്വിറ്റി ഷെയർ. ഇറ്റ് ഈസ് ദ റിവാർഡ് ഫോർ ബിസിനസ് റിസ്ക് ആൻഡ് ഫിനാൻഷ്യൽ റിസ്ക്. ഒരു കമ്പനിയിൽ ഉണ്ടാവുന്ന ബിസിനസ് റിസ്കിനും ഫിനാൻഷ്യൽ റിസ്കിനും കൊടുക്കുന്ന ഒരു റിവാർഡായിട്ടും എന്തെന്ന് പറയാം? നമുക്ക് ഈ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ പറയാം. അത് മെയിനായിട്ടും ഇക്വിറ്റി ഷെയറിൻ്റെ കോസ്റ്റിനാണ് പറയാം. നമുക്കറിയാം ഏറ്റവും കൂടുതൽ ബേർഡൻ വരുന്നത് ആർക്കാണ്? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനാണ്. എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതേ ആർക്ക് കിട്ടുള്ളൂ? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ അത് ഫിനാൻഷ്യൽ റിസ്ക്കും ബിസിനസ് റിസ്ക്കും എടുക്കുന്നതിന് അവർക്ക് കിട്ടുന്ന റിവാർഡിനെ വിളിക്കുന്ന പേരാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതുപോലെ നിങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞു, ഞാൻ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തപ്പോൾ നിങ്ങൾ 10 lakhs rupees എനിക്ക് തരാണ്. നിങ്ങളും അവിടെ റിസ്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ ആ റിസ്കിനൊക്കെ ഞാൻ തരുന്ന റിവാർഡാണ് എന്ന് വിളിക്കുന്നത് ഈ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 3 elements. ഇതിൽ മെയിനായിട്ടും 3 elements ആണുള്ളത്. റിസ്ക്ലെസ് കോസ്റ്റ് ഓഫ് പെർട്ടിക്കുലർ സോഴ്സസ്. റിസ്ക്ലെസ് കോസ്റ്റ് ഓഫ് പെർട്ടിക്കുലർ സോഴ്സ് ഉണ്ട്. ആ സോഴ്സ് എന്ന് പറയുന്നത് ഇക്വിറ്റി ഷെയർ ആണ്. അതെന്തുകൊണ്ട് റിസ്ക്ലെസ് ആവുന്നത്? നമുക്ക് കമ്പനി ലാഭം ഉണ്ടാക്കിയാൽ മാത്രം കൊടുത്താൽ മതി. ലാഭം ഉണ്ടാക്കിയില്ലെങ്കിൽ നമ്മൾ ഡിവിഡൻഡ് കൊടുക്കേണ്ട യാതൊരു ആവശ്യമില്ല. അപ്പോൾ കമ്പനിയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഏറ്റവും റിസ്ക് ഇല്ലാത്ത സോഴ്സ് എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ ഇക്വിറ്റി ഷെയർ ആണ്. അപ്പോൾ അതാണ് ഒന്നാമത്തെ എലമെൻ്റ് ആയിട്ട് പറയുന്നത്, റിസ്ക്ലെസ് കോസ്റ്റ് ഓഫ് എ പെർട്ടിക്കുലർ സോഴ്സസ്. പിന്നെ ബിസിനസ് റിസ്ക് പ്രീമിയം ഉണ്ട്, ഫിനാൻഷ്യൽ റിസ്ക് പ്രീമിയം ഉണ്ട്. എന്താണ് ബിസിനസ് റിസ്ക്? കമ്പനി ലാഭം ഉണ്ടാക്കുമോ ലാഭം ഉണ്ടാക്കില്ലേ എന്നൊരു കൺഫ്യൂഷൻ ഉണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് ബിസിനസ് റിസ്ക് എന്ന് പറയുന്നത്. ഫിനാൻഷ്യൽ റിസ്ക് എന്ന് പറയുകയാണെങ്കിൽ കമ്പനി കൂടുതൽ ഡിബഞ്ചേഴ്സ് യൂസ് ചെയ്യാനാണ് വിളിക്കുന്ന പേരാണ് ഫിനാൻഷ്യൽ റിസ്ക് എന്ന് പറയുന്നത്. അതിന് നമ്മൾ ഒരു എമൗണ്ട് അതിൽ ആഡ് ചെയ്യണം. റിസ്ക് കൂടുതൽ എടുത്താലൊക്കെ റിട്ടേൺ കൊടുക്കണം. അപ്പോൾ നമ്മുടെ കമ്പനിയിലെ ബിസിനസ് റിസ്ക്കും ഫിനാൻഷ്യൽ റിസ്ക്കും കൂടുതലാണെങ്കിൽ അതിനനുസരിച്ച് എന്തും കൂടും? അവർക്ക് അതിനനുസരിച്ച് റിട്ടേൺ കൊടുക്കണം. അതിനനുസരിച്ച് അപ്പോൾ എന്തും കൂടും? കോസ്റ്റും കൂടും. അപ്പോൾ ഇതൊക്കെയാണ് 3 കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൽ വരുന്ന 3 elements. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ഫീച്ചേഴ്സ് ഓഫ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഓക്കെ, നെക്സ്റ്റ് ഈസ് അസംഷൻസ് ഓഫ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അപ്പോൾ ഈ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വർക്കൗട്ട് ചെയ്യാനായിട്ട് എന്തൊക്കെ അസംഷൻസ് ഇത് സാറ്റിസ്ഫൈ ചെയ്യണമെന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ ഈസ് ദ കോസ്റ്റ് ക്യാൻ ബി ഐദർ എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് ഓർ ഇംപ്ലിസിറ്റ് കോസ്റ്റ്. നമുക്ക് വരുന്ന കോസ്റ്റുകൾ ഒന്നല്ലെങ്കിൽ എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് അല്ലെങ്കിൽ ഇംപ്ലിസിറ്റ് കോസ്റ്റ് ആവാനേ പാടുള്ളൂ.
എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേണും അതുപോലെ ഇംപ്ലിസിറ്റ് കോസ്റ്റ് എന്നതിൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആണ്. അത് നമ്മൾ അടുത്ത സ്ലൈഡിൽ തന്നെ ടൈപ്സ് പഠിക്കുമ്പോൾ ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ തൽക്കാലം ഇത് മനസ്സിലാക്കുക. നമ്മുടെ കമ്പനിയിലുള്ള കോസ്റ്റ് ഓഫ് ക്യാപിറ്റലുകൾ ഒന്നല്ലെങ്കിൽ എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് അല്ലെങ്കിൽ ഇംപ്ലിസിറ്റ് കോസ്റ്റ് ആവാനേ പാടുള്ളൂ. അതാണ് ഒന്നാമത്തെ അസംഷൻ എന്ന് പറയുന്നത്. Then the second one is the firm's capital structure does not change. നമ്മൾ നേരത്തെ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ച ക്യാപിറ്റൽ സ്ട്രക്ചർ പഠിച്ചില്ലേ? Once it is formulated, it will not change. അത് ഒരു പ്രാവശ്യം നമ്മൾ ഫോർമുലേറ്റ് ചെയ്താൽ ഇത്ര ഡെപ്റ്റ് ഇത്ര ഇക്വിറ്റി എന്ന് പറഞ്ഞ പ്രൊപ്പോർഷൻ വെച്ച് ഒരു ക്യാപിറ്റൽ സ്ട്രക്ചർ ഫോർമുലേറ്റ് ചെയ്താൽ പിന്നെ അത് മാറ്റാനായിട്ട് പാടില്ല. Then cost of each sources of capital is determined on an after tax basis. അത് നിങ്ങൾക്ക് ഇപ്പോൾ എന്താണെന്ന് മനസ്സിലാവില്ല. അത് നമ്മൾ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം. ഇപ്പോൾ തൽക്കാലം ഇത് മനസ്സിലാക്കാം. നമ്മൾ എപ്പോഴും കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കാണുമ്പോൾ ആഫ്റ്റർ ടാക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. തൽക്കാലം അത്രയ്ക്ക് മനസ്സിലാക്കിയാൽ മതി. 2 ടൈപ്സ് ഉണ്ട്, ബിഫോർ ടാക്സും ഉണ്ട്, ആഫ്റ്റർ ടാക്സും ഉണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ ഏതെങ്കിലും ഒരു കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുമ്പോൾ ഇറ്റ് ഷുഡ് ബി ആഫ്റ്റർ ടാക്സ്. എപ്പോഴും നമ്മൾ ആഫ്റ്റർ ടാക്സ് തന്നെ കണ്ടുപിടിക്കണം. Then the financial and business risk are unaffected by the acceptance and financing of the project. നമ്മുടെ കമ്പനിയുടെ ഫിനാൻഷ്യൽ റിസ്ക്കും ബിസിനസ് റിസ്ക്കും ചേഞ്ച് ചെയ്യാനായിട്ട് പാടില്ല. ഇറ്റ് റിസ്ക് ആർ അൺഎഫക്റ്റഡ് ബൈ ദ ആക്സെപ്റ്റൻസ് ആൻഡ് ഫിനാൻസിങ് ഓഫ് ദി പ്രോജക്റ്റ്. നമ്മൾ പുതിയ ഫണ്ട് മൊബിലൈസ് ചെയ്താലും ചെയ്തില്ലെങ്കിലും എന്ത് മാറാനായിട്ട് പാടില്ല? ബിസിനസ് റിസ്കോ ഫിനാൻഷ്യൽ റിസ്കോ ചേഞ്ച് ചെയ്യാനായിട്ട് പാടില്ല. അപ്പോൾ ഇങ്ങനെ 4 അസംഷൻസിന്റെ ബേസിസിലാണ് ഈ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വർക്കൗട്ട് ആവുന്നത്. ഫസ്റ്റ് വൺ എന്തായിരുന്നു? നമുക്ക് നമ്മുടെ കമ്പനിയിൽ ആകെ 2 ടൈപ്പ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വരാനായിട്ട് പാടുള്ളൂ. ഒന്നല്ലെങ്കിൽ എക്സ്പ്ലിസിറ്റ് അല്ലെങ്കിൽ ഇംപ്ലിസിറ്റ്. ദെൻ ക്യാപിറ്റൽ സ്ട്രക്ചർ ചേഞ്ച് ചെയ്യാനായിട്ട് പാടില്ല. അതുപോലെ ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് വേണം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. ബിസിനസ് റിസ്ക്കും ഫിനാൻഷ്യൽ റിസ്ക്കും ചേഞ്ച് ആവാനായിട്ട് പാടില്ല. ഓക്കെ. നെക്സ്റ്റ് ഈസ് ഇമ്പോർട്ടൻസ് ഓഫ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. നമ്മുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. എന്തൊക്കെയാണ് നോക്കാം. യൂസ്ഫുൾ ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ. നമുക്കറിയാം നമ്മൾ മൊബിലൈസ് ചെയ്യുന്ന എല്ലാ ക്യാപിറ്റലും എന്തിനല്ല? ബിസിനസ്സിൽ ഇറക്കാനുള്ള കുറച്ച് എമൗണ്ട് ഇൻവെസ്റ്റ്മെന്റ് നടത്താനായിട്ടുണ്ടാവും. അല്ലെങ്കിൽ നമ്മുടെ ഒരു ബിസിനസ് റൺ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ലാഭം ഉണ്ടാക്കിയാൽ കുറച്ച് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തും. അങ്ങനെ എവിടെയാണ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തേണ്ടത് എന്ന് നമുക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടാനായിട്ട് നമ്മൾ ഇത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നോക്കിയിട്ടാണ്. അതായത് ഏത് സോഴ്സിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയാലാണ് ആസ് എൻ ഇൻവെസ്റ്റർ റിട്ടേൺ കൂടുതൽ കിട്ടുക. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കമ്പനിക്ക് ഇത് കോസ്റ്റ് ആണെങ്കിലും ഇൻവെസ്റ്റേഴ്സിന് റിട്ടേൺ ആണ്. അപ്പോൾ എവിടെ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയാലാണ് ഒരു ഇൻവെസ്റ്റർ എന്ന രീതിയിൽ എനിക്ക് കൂടുതൽ റിട്ടേൺ കിട്ടുക, അത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഈ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലാണ്. അപ്പോൾ അതാണ് ഒന്നാമത്തെ ഇമ്പോർട്ടൻസ് ആയിട്ട് പറയുന്നത്. യൂസ്ഫുൾ ഇൻ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ടു കാൽക്കുലേറ്റ് ദി പ്രോഫിറ്റബിലിറ്റി. ഏതാണ് നമുക്ക് കൂടുതൽ പ്രോഫിറ്റ് കിട്ടുക എന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റും. സെക്കൻഡ് വൺ, യൂസ്ഫുൾ ഇൻ ഡിസൈനിങ് ക്യാപിറ്റൽ സ്ട്രക്ചർ. നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്താ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. അത് ഫോർമുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് നോക്കാം? കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നോക്കാം. കാരണം നമുക്കിപ്പോൾ കോസ്റ്റ് കുറയ്ക്കാനാണ് ആഗ്രഹം എന്ന് വെച്ചാൽ എന്ത് ചെയ്താൽ മതി? നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. ഏതിനാണ് കോസ്റ്റ് കുറവ്? ഡിബഞ്ചറിനാണ് കോസ്റ്റ് കുറവ്. കാരണം അവർക്ക് എന്ത് കൊടുത്താൽ മതി? ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൊടുത്താൽ മതി. അപ്പം നമുക്ക് കോസ്റ്റ് കുറയ്ക്കാനാണ് ആഗ്രഹം എന്ന് വെച്ചാൽ എന്ത് ചെയ്യണം? നമ്മളപ്പോൾ കൂടുതൽ ഡിബഞ്ചേഴ്സും കുറവ് ഇക്വിറ്റിയും ഉപയോഗിക്കണം. അപ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? കോസ്റ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ അങ്ങനത്തെ ഒരു ക്യാപിറ്റൽ സ്ട്രക്ചർ ഫോർമുലേഷൻ നമ്മൾ മനസ്സിലുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ എന്തുകൊണ്ട് നമ്മൾ കൺസിഡർ ചെയ്യണം? ഓരോ സോഴ്സിൻ്റെയും കോസ്റ്റും കൂടി കണ്ടുപിടിച്ചിട്ട് വേണം നമ്മൾ ഫൈനൽ ഡിസിഷൻ എടുക്കാനായിട്ട്. ദാറ്റ് ഇസ് ദ സെക്കൻഡ് ഇമ്പോർട്ടൻസ് ദാറ്റ് ഈസ് യൂസ്ഫുൾ ഇൻ ഡിസൈനിങ് ക്യാപിറ്റൽ സ്ട്രക്ചർ. ദെൻ തേർഡ് വൺ ഈസ് യൂസ്ഫുൾ ഇൻ ഡിസൈനിങ് ദ മെത്തേഡ് ഓഫ് ഫിനാൻസ്. അതായത് നേരത്തെ തന്നെ പറഞ്ഞ ഒരു സപ്പോർട്ടിങ് തന്നെയാണ്. ഏത് മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്? ഏത് മെത്തേഡിനാണ് ഏറ്റവും കുറവ് കോസ്റ്റ് വരുന്നത്? ആ മെത്തേഡ് നമ്മൾ ഓപ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഇക്വിറ്റി വേണോ, ഡിബഞ്ചർ വേണോ, പ്രിഫറൻസ് ഷെയർ വേണോ, ബോണ്ട് വേണോ, ലോൺ എടുക്കണോ, അത് നമ്മൾ തീരുമാനിക്കാനായിട്ട് എന്ത് വേണം? നമുക്ക് ഈ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കണ്ടുപിടിക്കണം. ആ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നമ്മൾ ഏതിനാണോ ലീസ്റ്റ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വരുന്നത് ആ മെത്തേഡ് നമ്മൾ ഓപ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ. നെക്സ്റ്റ് ഇൻ യൂസ്ഫുൾ ഇൻ ഇവാലുവേഷൻ ഓഫ് പെർഫോമൻസ് ഓഫ് മാനേജ്മെന്റ്. ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ആ കമ്പനിയുടെ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാം.
ഏത് കമ്പനിയും എന്തിനു ട്രൈ ചെയ്യണം? അവരുടെ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറയ്ക്കുകയും വാല്യൂ കൂട്ടുകയും വേണം. അതാണ് എല്ലാവരുടെയും മെയിൻ പ്രൈം എയിം എന്ന് പറയുന്നത്. അപ്പോൾ ഏത് കമ്പനിക്കാണോ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറവ്, സപ്പോസ് നമ്മുടെ കമ്പനിയിൽ നമ്മുടെ മുമ്പിൽ രണ്ട് കമ്പനി ഉണ്ടെന്ന് വിചാരിക്കുക, എ കമ്പനി, ബി കമ്പനി. അതിൽ ഏത് കമ്പനിക്കാണ് ഫിനാൻഷ്യൽ പെർഫോമൻസ് നല്ലത്, അല്ലെങ്കിൽ ഏത് കമ്പനിയാണ് പെർഫോംഡ് ബെറ്റർ എന്ന് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ രണ്ട് കമ്പനിയുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുക. ഏതിനാണോ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറവ്, ആ കമ്പനിയാണ് ബെറ്റർ ഫിനാൻഷ്യൽ പെർഫോമൻസ് ഉള്ളതെന്ന് ഇന്റർപ്രിട്ടേഷൻ നടത്തും. അപ്പോൾ അവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കാൽക്കുലേഷൻ നടത്തുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കമ്പനിയുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇവാലുവേഷൻ കണ്ടുപിടിക്കാനായിട്ട് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പെർഫോമൻസ് മെഷർ ചെയ്യാനായിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഈ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കണ്ടുപിടിച്ചിട്ട് അതിനുള്ള ഒരു മെഷർമെൻ്റ് ആയിട്ട് നമുക്കതിനെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് വൺ ഈസ് യൂസ്ഫുൾ ഇൻ ദ ഇവാലുവേഷൻ ഓഫ് എക്സ്പാൻഷൻ പ്രോജക്റ്റ്. നമ്മുടെ എക്സ്പാൻഷൻ പ്രൊജക്റ്റുകൾ ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാനായിട്ട്, അതായത് നമുക്കിപ്പോൾ ബിസിനസ്സിൽ എക്സ്പാൻഡ് ചെയ്യാനായിട്ട് കൂടുതൽ ഫണ്ട് റേസ് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് വിചാരിക്കുക. ആ ഫണ്ട് റേസിങ്ങിന് വേണ്ടിയിട്ട് ഏത് സോഴ്സാണ് ഒരു കമ്പാരിസൺ നടത്താനായിട്ട്, മേക്ക് എ കമ്പാരിസൺ ഓഫ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വിത്ത് ദ മാർജിനൽ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. അങ്ങനെ ഒരു കമ്പാരിസൺ നടത്തി ഏതാണ് ദ ബെസ്റ്റ് വന്ന് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഇത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതാണ് അടുത്ത ഇമ്പോർട്ടൻസ് ആയിട്ട് പറയുന്നത്. നമുക്ക് ഏതെങ്കിലും ഒരു എക്സ്പാൻഷൻ പ്രൊജക്റ്റ് ആവശ്യമുണ്ടെങ്കിൽ അത് ഏതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് നോക്കാനായിട്ട് നമുക്ക് ഈ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ ഒപ്റ്റിമം മൊബിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. നമുക്ക് നമ്മുടെ മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് അച്ചീവ് ചെയ്യാനായിട്ട്, അതാണ് അടുത്ത ഇമ്പോർട്ടൻസ് ആയിട്ട് പറയുന്നത്, ഒപ്റ്റിമം മൊബിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. ആൻഡ് നമ്മൾ എക്കണോമിക്സിൽ പഠിച്ചിട്ടുള്ളതാണ്, അത് ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള റിസോഴ്സസ് മൊബിലൈസ് ചെയ്യാനായിട്ട് നമുക്ക് ഈ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വെച്ചിട്ട് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ആൻഡ് അതർ യൂസസിൽ എന്തൊക്കെ വരും? പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻഡ് വരും, റിട്ടേൺ ഏർണിങ്സ് വരും, ക്യാപിറ്റൽ സ്ട്രക്ചർ വരും, വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ്. അതിനൊക്കെ നമുക്ക് എത്ര ഡിവിഡൻഡ് കൊടുക്കണമെന്ന് തീരുമാനിക്കാം, അതുപോലെ എത്ര എമൗണ്ട് റിട്ടേൺ ചെയ്ത് വെക്കണം തീരുമാനിക്കാനായിട്ട്, ദെൻ നല്ലൊരു ക്യാപിറ്റൽ സ്ട്രക്ചർ ഫോർമുലേറ്റ് ചെയ്യാനായിട്ട്, ദെൻ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട് ഇതിനൊക്കെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഈ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഒരു ടൂളായിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇമ്പോർട്ടൻസ് ഓഫ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലായിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ടൈപ്സ് ഓഫ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിന് ഡിഫറെൻറ്റ് ടൈപ്സ് ആണ് പറയാൻ പോണത്. അതിൽ മെയിനായിട്ട് 4 മെയിൻ ക്ലാസിഫിക്കേഷൻ ഉണ്ട്, അതിൻ്റെ അണ്ടറിൽ വരുന്നതുണ്ട്. നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ കോസ്റ്റ്. ആദ്യത്തെ ടൈപ്പാണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റും ഫ്യൂച്ചർ കോസ്റ്റും. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ കോസ്റ്റ് വിച്ച് ഹാസ് ഓൾറെഡി ബീൻ ഇൻകേർഡ് ഫോർ ഫിനാൻസിങ് എ പ്രോജക്റ്റ്. അതായത് നമുക്കൊരു പ്രൊജക്റ്റ് ഫിനാൻസ് ചെയ്യാനായിട്ട് നമ്മളുടെ കയ്യിൽ നിന്ന് ഓൾറെഡി ചിലവായി കഴിഞ്ഞ ആ കോസ്റ്റിനെ വിളിക്കുന്ന പേരാണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്ന് വിളിക്കുന്നത്. ദ കോസ്റ്റ് വിച്ച് ഹാസ് ഓൾറെഡി ബീൻ ഇൻകേർഡ് ഫോർ ഫിനാൻസിങ് എ പ്രോജക്റ്റ്. അതായത് നമ്മുടെ കയ്യിൽ നിന്ന് ചിലവായി, നമുക്ക് ഓൾറെഡി ആ കാശ് കഴിച്ച് ചിലവായിപ്പോയി എന്ന് വിളിക്കുന്ന പേരാണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്ന് വിളിക്കുന്നത്. അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് അടുത്ത ടൈപ്പായിട്ട് പറയുന്നത്, ദാറ്റ് ഈസ് ഫ്യൂച്ചർ കോസ്റ്റ്. ഫ്യൂച്ചർ കോസ്റ്റ് എന്താണ്? നമുക്ക് ഫ്യൂച്ചറിൽ വരാവുന്ന കോസ്റ്റ്, എക്സ്പെക്റ്റഡ് കോസ്റ്റ് ഓഫ് ഫണ്ട് ടു ബി റേസ്ഡ് ഫോർ ഫിനാൻസിങ് എ പ്രൊജക്റ്റ്. ഒരു പ്രൊജക്റ്റ് ഫിനാൻസ് ചെയ്യാനായിട്ട് നമുക്ക് ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന കോസ്റ്റിനെ വിളിക്കുന്ന പേരാണ് ഫ്യൂച്ചർ കോസ്റ്റ്. ഓക്കെ, അപ്പോൾ അതാണ് ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്, ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ കോസ്റ്റ്. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്ന് വെച്ചാൽ ഓൾറെഡി ഇൻകേർഡ് കോസ്റ്റും, ഫ്യൂച്ചർ കോസ്റ്റ് എന്ന് വെച്ചാൽ നമുക്ക് ഫ്യൂച്ചറിൽ ഇൻകർ ചെയ്യാൻ സാധ്യതയുള്ള കോസ്റ്റിനെ വിളിക്കുന്ന പേരാണ് ഫ്യൂച്ചർ കോസ്റ്റ് എന്ന് വിളിക്കുന്നത്. Then the second one is specific cost and composite cost. രണ്ടാമത്തെ ടൈപ്പാണ് സ്പെസിഫിക് കോസ്റ്റും കോമ്പോസിറ്റ് കോസ്റ്റും. അതിൽ സ്പെസിഫിക് കോസ്റ്റ് എന്ന് വെച്ചാൽ കോസ്റ്റ് ഓഫ് സ്പെസിഫിക് സോഴ്സസ് ഓഫ് ക്യാപിറ്റൽ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ നമുക്ക് വേണമെങ്കിൽ ഇക്വിറ്റി ഷെയർ യൂസ് ചെയ്യാം, പ്രിഫറൻസ് ഷെയർ യൂസ് ചെയ്യാം, ഡിബഞ്ചർ യൂസ് ചെയ്യാം, ബോണ്ട് യൂസ് ചെയ്യാം, ലോൺ യൂസ് ചെയ്യാം, ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അതിന് ഓരോന്നിനും സെപ്പറേറ്റ് നമ്മൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുന്നതിന് വിളിക്കുന്ന പേരാണ് സ്പെസിഫിക് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് KE, അതായത് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി. ദെൻ നമ്മൾ യൂസ് ചെയ്ത് KD, കോസ്റ്റ് ഓഫ് ഡെപ്റ്റ്. അങ്ങനെ അതിനൊക്കെ വിളിക്കുന്ന പേരാണ് സ്പെസിഫിക് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഓരോ സ്പെസിഫിക് ആയിട്ട് ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോ സോഴ്സിൻ്റെയും കോസ്റ്റ്. ഓക്കെ, ദെൻ കോമ്പോസിറ്റ് കോസ്റ്റ്, കമ്പൈൻഡ് കോസ്റ്റ് ഓഫ് വേരിയസ് സോഴ്സസ് ഓഫ് ക്യാപിറ്റൽ. നമ്മുടെ കയ്യിലുള്ള എല്ലാ കോസ്റ്റുകളുടെയും മൊത്തത്തിനെ വിളിക്കുന്ന പേരാണ് കോമ്പോസിറ്റ് കോസ്റ്റ്. അതായത് പിന്നെ നേരത്തെ പറഞ്ഞാൽ നമ്മളിപ്പോൾ മെയിനായിട്ടും
3 സോഴ്സ് ഉപയോഗിച്ചെന്ന് വിചാരിക്കുക. ഡിബഞ്ചർ, ഇക്വിറ്റി ഷെയർ, പ്രിഫറൻസ് ഷെയർ. ഈ 3 ഓരോന്നിനെ, അതായത് ഡിബഞ്ചറിൻ്റെ കോസ്റ്റ്, ഇക്വിറ്റി ഷെയറിൻ്റെ കോസ്റ്റ്, പ്രിഫറൻസ് ഷെയറിൻ്റെ കോസ്റ്റ്, ഇതിന് ഓരോന്നിനും വിളിക്കുന്ന പേര് സ്പെസിഫിക് കോസ്റ്റ്. ഇത് 3 കൂടി കൂട്ടിയാൽ വിളിക്കുന്ന പേരാണ് കോമ്പോസിറ്റ് കോസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ KO എന്ന് പറയാറുണ്ട്. അതായത് നമ്മുടെ കമ്പനിയിൽ യൂസ് ചെയ്തിട്ടുള്ള എല്ലാ സോഴ്സസിൻ്റെയും മൊത്തമുള്ള കോസ്റ്റിനെ വിളിക്കുന്ന പേരാണ് കോമ്പോസിറ്റ് കോസ്റ്റ് അല്ലെങ്കിൽ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഓക്കെ, അതാണ് രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്, സ്പെസിഫിക് കോസ്റ്റ് ആൻഡ് കോമ്പോസിറ്റ് കോസ്റ്റ്. സ്പെസിഫിക് കോസ്റ്റ് എന്ന് വെച്ചാൽ ഓരോ സോഴ്സിൻ്റെയും സെപ്പറേറ്റ് കോസ്റ്റ്. കോമ്പോസിറ്റ് കോസ്റ്റ് എന്ന് വെച്ചാൽ ഇൻ ടോട്ടൽ, എല്ലാത്തിൻ്റെയും ടോട്ടലിനെ വിളിക്കുന്ന പേരാണ് കോമ്പോസിറ്റ് കോസ്റ്റ്. അപ്പോൾ ആദ്യത്തെ 2 ടൈപ്പ് കഴിഞ്ഞു, ഹിസ്റ്റോറിക്കലും ഫ്യൂച്ചറും കഴിഞ്ഞു, ദെൻ സ്പെസിഫിക്കും കോമ്പോസിറ്റും കഴിഞ്ഞു. നെക്സ്റ്റ് ടൈപ്പ് ഈസ് ആവറേജ് കോസ്റ്റ് ആൻഡ് മാർജിനൽ കോസ്റ്റ്. അടുത്ത ക്ലാസിഫിക്കേഷൻ ആണ് ആവറേജ് കോസ്റ്റും മാർജിനൽ കോസ്റ്റ് എന്ന് വിളിക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ നോക്കാം, ആവറേജ് കോസ്റ്റ്. വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് ഈച്ച് കോസ്റ്റ് ഓഫ് ഈച്ച് സോഴ്സസ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് വെയ്റ്റ്സ് അസൈൻ ടു ദം ഇൻ ദ റേഷ്യോ ഓഫ് ദെയർ ഷെയർ ടു ദ ടോട്ടൽ ക്യാപിറ്റൽ ഫണ്ട്. അതായത് അത് നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ഈ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അങ്ങനെ ഇപ്പോൾ കുറച്ച് പറഞ്ഞുതരാം, ബാക്കി നമുക്ക് അത് പഠിക്കുമ്പോൾ നിങ്ങൾ ക്ലിയർ ആയിക്കോളും. നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ ഇപ്പോൾ സപ്പോസ് ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ നോക്കാം. ഞാൻ 3 സോഴ്സസ് ആണ് ഉപയോഗിച്ചതെന്ന് പറഞ്ഞു, ഇക്വിറ്റി ഷെയർ, പ്രിഫറൻസ് ഷെയർ, ഡിബഞ്ചർ. അതിൻ്റെയും ഓരോത്തിൻ്റെയും സ്പെസിഫിക് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കണ്ടുപിടിക്കും. KD കണ്ടുപിടിക്കും, KE കണ്ടുപിടിക്കും, പ്രിഫറൻസിന് വിളിക്കുന്ന പേര് KP എന്നാണ്, KP കണ്ടുപിടിക്കും. ദെൻ ഈ 3 നമ്മൾ വെയിറ്റേജ് കൊടുക്കും. അതായത് അത് ടോട്ടൽ ക്യാപിറ്റൽ സ്ട്രക്ചറിലെ പ്രിഫറൻസ് ഷെയർ എത്ര പെർസെൻറ്റേജ് ആണ്, ഇക്വിറ്റി ഷെയർ എത്ര പെർസെൻറ്റേജ് ആണ്, ഡിബഞ്ചർ എത്ര പെർസെൻറ്റേജ് ആണെന്ന് ആ പെർസെൻറ്റേജിൻ്റെ ബേസിസിൽ അതിന് വെയിറ്റേജ് കൊടുക്കും. എന്നിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കും, ഈ ആവറേജ് കോസ്റ്റ് അല്ലെങ്കിൽ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കണ്ടുപിടിക്കും. ഓക്കെ, അപ്പോൾ ഓരോ സോഴ്സസിൻ്റെയും ക്യാപിറ്റൽ സ്ട്രക്ചറിലുള്ള പ്രൊപ്പോർഷൻ്റെ ബേസിസിൽ അവർക്ക് വെയിറ്റ് അലോക്കേറ്റ് ചെയ്തിട്ട് അത് എന്തിനായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, സ്പെസിഫിക് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് കണ്ടുപിടിക്കുന്ന കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ വിളിക്കുന്ന പേരാണ് ആവറേജ് കോസ്റ്റ് അല്ലെങ്കിൽ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ്. ഇസ് എ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കാൽക്കുലേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് ഈച്ച് സോഴ്സ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് വെയ്റ്റ്സ് അസൈൻ ടു ദം ഇൻ ദ റേഷ്യോ ഓഫ് ദെയർ ഷെയർ ടു ദി ടോട്ടൽ ക്യാപിറ്റൽ ഫണ്ട്. അതാണ് വിളിക്കുന്ന പേരാണ് ആവറേജ് അല്ലെങ്കിൽ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ്. And the second one is marginal cost. Marginal cost നമ്മൾ ഓൾറെഡി എക്കണോമിക്സിൽ പഠിച്ചിട്ടുള്ളതാണ്. ദാറ്റ് ഈസ് കോസ്റ്റ് ഓഫ് ഒബ്റ്റെയിനിങ് ആൻഡ് എക്സ്ട്രാ ₹1 ഫിനാൻസ്. നമ്മൾ മാർജിനൽ കോസ്റ്റ് പഠിച്ചിട്ടുണ്ട്. അതായത് 1 അഡീഷണൽ യൂണിറ്റ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് വരുന്ന കോസ്റ്റാണ് മാർജിനൽ കോസ്റ്റ്, നമ്മൾ എക്കണോമിക്സിൽ പഠിച്ചത്. അതുപോലെ തന്നെ ഇവിടെ എന്താണ്, കോസ്റ്റ് ഓഫ് ഒബ്റ്റെയിനിങ് ആൻഡ് എക്സ്ട്രാ ₹1 ഓഫ് ഫിനാൻസ്. ₹1 എക്സ്ട്രാ ഫിനാൻസ് മൊബിലൈസ് ചെയ്യാനായിട്ട് നമുക്ക് വന്ന കോസ്റ്റ്. അതായത് ഇപ്പോഴത്തെ ഫണ്ടിനേക്കാൾ അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ കയ്യിലുള്ള ക്യാഷിനേക്കാൾ ₹1 എക്സ്ട്രാ ഏൺ ചെയ്യാനായിട്ട് നമുക്ക് എത്ര കോസ്റ്റ് വന്നു, അതിനെ വിളിക്കുന്ന പേരാണ് മാർജിനൽ കോസ്റ്റ്. അപ്പോൾ അതാണ് ആവറേജ് കോസ്റ്റും മാർജിനൽ കോസ്റ്റും. And the fourth one is explicit cost and implicit cost. ഞാൻ നേരത്തെ അസംഷൻസ് പറഞ്ഞിരുന്നു. ഫസ്റ്റ് അസംഷൻ അതായിരുന്നു, ഒരു കമ്പനിയിലുള്ള കോസ്റ്റ് ഒന്നല്ലെങ്കിൽ എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് അല്ലെങ്കിൽ ഇംപ്ലിസിറ്റ് കോസ്റ്റ് ആവാനേ പാടുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. ഇനി എന്താണ് എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് നോക്കാം. ഡിസ്കൗണ്ട് റേറ്റ് വിച്ച് ഇക്വേറ്റ്സ് ദ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ വിത്ത് ദി പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ. അതായത് ഏത് ഡിസ്കൗണ്ട് റേറ്റിൽ വെച്ചിട്ടാണ്, ഏത് ഡിസ്കൗണ്ട് റേറ്റ് ഉപയോഗിക്കുമ്പോഴാണ് നമ്മുടെ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോയും പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോയും ഈക്വൽ ആവുന്നത്. അതായത് ഈ രണ്ടും സെയിം ആവുന്നത്, ഇൻഫ്ലോ മീൻസ് ഇൻകം, ഔട്ട്ഫ്ലോ മീൻസ് എക്സ്പെൻസും, അത് രണ്ടും ഈക്വൽ ആവുന്നത് ഏത് ഡിസ്കൗണ്ട് റേറ്റ് വെച്ച് യൂസ് ചെയ്യുമ്പോഴാണ്. അതിനെ വിളിക്കുന്ന പേരാണ് എക്സ്പ്ലിസിറ്റ് കോസ്റ്റ്. ദ ഡിസ്കൗണ്ട് റേറ്റ് വിച്ച് ഈക്വേറ്റ്സ് ദ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ ആൻഡ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ. അതായത് നമ്മൾ ഉണ്ടാക്കിയ പ്രോഫിറ്റും നമ്മൾ കൊടുക്കുന്ന കോസ്റ്റും തമ്മിൽ ഈക്വേറ്റ് ചെയ്യുന്ന ആ റേറ്റിനെ വിളിക്കുന്ന ഈക്വൽ ആക്കുന്ന. അതായത് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞോളം തന്നെ 4 lakhs കിട്ടി, 4 lakhs കൊടുത്തു. അപ്പോൾ എത്ര റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വീതം കൊടുത്താലാണ് നമുക്ക് കിട്ടിയ 4 lakhs നമുക്ക് ഡിബഞ്ചർ ഹോൾഡേഴ്സിനും പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനും ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനും എത്ര റേറ്റ് വെച്ച് കൊടുത്താലാണ് ആ 4 lakhs കഴിയുക, അതിനെ വിളിക്കുന്ന പേരാണ് എക്സ്പ്ലിസിറ്റ് കോസ്റ്റ്. നേരത്തെ പറഞ്ഞ എക്സാമ്പിളിലെ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് 1 ലക്ഷം കൊടുക്കണം, അവർ ഇതിൻ്റെ 10% ആണെങ്കിൽ 1 ലക്ഷം കൊടുക്കുക. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനും അവർ പറഞ്ഞ പ്രിസ്ക്രൈബ്ഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിന് കൊടുക്കണം. ബാക്കിയുള്ളത് ആണ് ആർക്ക് കൊടുക്കുക, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുക.
അത് ഈ 4 lakhs ഉള്ളിൽ നിന്നാൽ എത്ര പെർസെൻറ്റേജ് കൊടുത്താലാണ് 4 lakhs കഴിയുക, ആ റേറ്റ് കണ്ടുപിടിക്കുന്നതിനെ ആ റേറ്റിനെ വിളിക്കുന്ന പേരാണ് എക്സ്പ്ലിസിറ്റ് കോസ്റ്റ്. ദ ഡിസ്കൗണ്ട് റേറ്റ് വിച്ച് ഇക്വേറ്റ്സ് ദി പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ ആൻഡ് പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ. അതിനെ വിളിക്കുന്ന പേരാണ് എക്സ്പ്ലിസിറ്റ് കോസ്റ്റ്. ദെൻ ഇംപ്ലിസിറ്റ് കോസ്റ്റ് നമുക്ക് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഓപ്പർച്യൂണിറ്റി കോസ്റ്റിന്റെ വേറൊരു പേരാണ് ഇംപ്ലിസിറ്റ് കോസ്റ്റ്. എന്താണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്? കോസ്റ്റ് ഓഫ് നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ്. അതിനാണ് പറയുന്നത് റേറ്റ് ഓഫ് റിട്ടേൺ വിച്ച് ക്യാൻ ബി ഏൺഡ് ബൈ ഇൻവെസ്റ്റിംഗ് ദ ഫണ്ട്സ് ഇൻ ഓൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ്. ഇതിലല്ലെങ്കിൽ വേറെ ഏത് ഇൻവെസ്റ്റ്മെന്റിലെ വേറെ ഏതെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെന്റിൽ നമ്മൾ ഓൾട്ടർനേറ്റീവ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയാൽ നമുക്ക് കിട്ടുമായിരുന്ന റിട്ടേൺ, അതായത് നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ്. നമ്മളിപ്പോൾ ഷെയറിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്താമെന്ന് വിചാരിച്ചു, ആ സെയിം എമൗണ്ട് ഡിബഞ്ചറിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയാൽ നമുക്ക് എത്ര റേറ്റ് ഓഫ് റിട്ടേൺ കിട്ടുമായിരുന്നു, അതിന് വിളിക്കുന്ന പേരാണ് ഇംപ്ലിസിറ്റ് കോസ്റ്റ്. Rate of return which can be earned by investing the funds in alternative investment. That means opportunity cost of capital. അതാണ് implicit cost. അതാണ് അപ്പോൾ ഫോർത്ത് ടൈപ്പ് ആയിട്ട് വന്നത്. അങ്ങനെ നമുക്ക് മൊത്തം 8 ടൈപ്സ് ഓഫ് ക്യാപിറ്റൽ വരുന്നുണ്ട്. ആദ്യത്തേതായിരുന്നു ഹിസ്റ്റോറിക്കൽ കോസ്റ്റും ഫ്യൂച്ചർ കോസ്റ്റും, രണ്ടാമത്തേത് സ്പെസിഫിക് ആൻഡ് കോമ്പോസിറ്റ് കോസ്റ്റ്, സെക്കൻഡ് വൺ ആവറേജ് ആൻഡ് മാർജിനൽ കോസ്റ്റ്, ആൻഡ് ലാസ്റ്റ് വൺ എക്സ്പ്ലിസിറ്റ് ആൻഡ് ഇംപ്ലിസിറ്റ് കോസ്റ്റ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ടൈപ്സ് ഓഫ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കൃത്യമായിട്ട് ഹെഡ്സിൽ വെച്ച് പഠിക്കുക. താങ്ക് യു.